എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഏറ്റവും അപകടകരവും രോമാഞ്ചമുണ്ടാക്കുന്നതുമായ ഈ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിച്ചു. മുല്ലൻപൂർ മഹാരാജ യാദവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന ഈ ബ്ലോക്ക് ബസ്റ്റർ നോക്കൌട്ട് മത്സരത്തിൽ 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി വെറും 29 പന്തുകളിൽ 97 റൺസ് എടുത്ത് നടത്തിയ ഭയാനകമായ സംഹാരതാണ്ഡവം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ കഥ ആരംഭിച്ചത് മത്സരം ശേഷമാണ്. തന്റെ ചരിത്രപരമായ സെഞ്ചുറി പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലും ടീമിന് ഏകപക്ഷീയമായ വിജയം നേടിക്കൊടുത്തതിനു ശേഷവും ഈ 14 വയസ്സുകാരനായ യുവസിംഹം ലോകത്തിനു മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. തന്റെ ഈ ഐതിഹാസിക ഇന്നിംഗ്സിന്റെ മുഴുവൻ ക്രെഡിറ്റും മാതാപിതാക്കൾക്ക് നൽകിക്കൊണ്ട് ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കുന്നതിനെക്കുറിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ ആ രാത്രി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ പാറ്റ് കമിൻസ് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. ഹൈദരാബാദിന്റെ പക്കൽ പാറ്റ് കമിൻസ്, ഇഷാൻ മലിംഗ, സാക്കിബ് ഹുസൈൻ തുടങ്ങിയ അപകടകാരികളായ ബൌളർമാർ ഉണ്ടായിരുന്നു. ഏത് ബാറ്റിംഗ് നിരയെയും തകർത്തെറിയാൻ കെൽപ്പുള്ളവരായിരുന്നു അവർ. രാജസ്ഥാൻ റോയൽസിനു വേണ്ടി യശസ്വി ജയ്സ്വാൾ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് ആർത്തു വിളിക്കുകയായിരുന്നു. എന്നാൽ ഹൈദരാബാദ് ബൌളർമാർ തുടക്കത്തിൽ തന്നെ കൃത്യതയാർന്ന് ബൌളിംഗ് പുറത്തെടുത്തു. ടീം സ്കോർ 134-ൽ നിൽക്കെ 9ാം ഓവറിലാണ് രാജസ്ഥാന് ആദ്യ പ്രഹരം ഏൽക്കുന്നത്. ഈ റൺ മഴയ്ക്കിടയിലാണ് ഒരു കൊടുങ്കാറ്റായി മൈതാനത്ത് നിലയുറപ്പിച്ചത് 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. നിങ്ങൾ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തെ വേണ്ടവിധം മനസ്സിലാക്കാൻ പോലും പ്രായമാകാത്ത ഒരു കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ T20 ലീഗിലെ എലിമിനേറ്റർ മത്സരത്തിൽ ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭയാനകരായ ബൌളർമാർക്കെതിരെ കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു. മണിക്കൂറിൽ 140 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ ബൗൺസറുകൾ എറിയാൻ തയ്യാറായി നിന്നവർക്കെതിരെയായിരുന്നു ഈ ആക്രമണം. നോക്കൌട്ട് മത്സരത്തിന്റെ ഈ സമ്മർദ്ദത്തിൽ ആ കുട്ടി തകർന്നു പോകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ വൈഭവിന്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു. അവൻ ക്രീസിലെത്തിയ നിമിഷം തന്നെ തുടങ്ങിയ നിർദ്ദയമായ ആക്രമണം കണ്ട് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് വരെ വിയർത്തുപോയി. അവരുടെ എല്ലാ തന്ത്രങ്ങളും പാളി. തന്റെ 97 റൺസിന്റെ ഓർമ്മിക്കപ്പെടുന്ന ഈ ഇന്നിംഗ്സിൽ അവൻ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്തുപായിച്ചു. ഗ്രൗണ്ടിനെ പിളർക്കുന്ന 5 അതിവേഗ ഫോറുകളും ആകാശം മുട്ടുന്ന 12 പടുകൂറ്റൻ സിക്സറുകളും അവൻ പറത്തി. അവൻ നേരിട്ട 29 പന്തുകളിൽ 12 എണ്ണവും നേരെ മുല്ലൻപൂർ സ്റ്റേഡിയത്തിന്റെ മേൽക്കുരയിലേക്കും ഗാലറിക്ക് പുറത്തേക്കുമാണ് പറന്നത്. ഇത് ഹൈദരാബാദ് ബൌളർമാരുടെ മനോവീര്യം പൂർണ്ണമായും തകർത്തു. 7ാം ഓവറിൽ സാക്കിബ് ഹുസൈനിന്റെ പന്തിൽ ഒരു തകർപ്പൻ സിക്സർ പറത്തി ഈ സീസണിൽ തന്റെ 60 സിക്സറുകൾ പൂർത്തിയാക്കിയ വൈഭവ് സാക്ഷാൽ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിലിന്റെ ഒരു IPL സീസണിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന വർഷങ്ങൾ പഴക്കമുള്ള മഹാ റെക്കോർഡാണ് എന്നേക്കുമായി തകർത്തത്. പാറ്റ് കമിൻസ് അവനെ കൊടുക്കാൻ ഒരു സ്ലോ ബൗൺസർ എറിഞ്ഞപ്പോൾ വൈഭവ് വളരെ അനായാസം ഒരു അപ്പർ കട്ടിലൂടെ അത് തേർഡ് മാന് മുകളിലൂടെ പറത്തി. സ്പിന്നർ പ്രഫു ഹിഞ്ച് ബൗൾ ചെയ്യാൻ വന്നപ്പോൾ തന്റെ കാൽപാദങ്ങളും കൈക്കുഴയും അതിവിദഗ്ധമായി ഉപയോഗിച്ച് പന്തിനെ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻസിലേക്ക് അവനെത്തിച്ചു. വൈഭവ് 29 പന്തിൽ 97 റൺസുമായി നിൽക്കുമ്പോൾ മുല്ലൻപൂർ സ്റ്റേഡിയത്തിലെ കാഴ്ച കാണേണ്ടതായിരുന്നു. ഓരോ കാണിയും സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ഡഗൌട്ടിലിരുന്ന ക്യാപ്റ്റൻ റിയാൻ പരാഗും പരിശീലകനും ഈ 14 വയസ്സുകാരന്റെ മഹത്വത്തെ സല്യൂട്ട് ചെയ്തു. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയിലേക്കായിരുന്നു അവന്റെ കുതിപ്പ്. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. 8ാം ഓവറിലെ അവസാന പന്തിൽ പ്രഫുൽ ഹിഞ്ചിന്റെ ഒരു ഷോട്ട് ഓഫ് വൈഡ് പന്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച വൈഭവ് തന്റെ ചരിത്രപരമായ സെഞ്ചുറി പൂർത്തിയാക്കാൻ വെറും 3 റൺസ് അകലെ പുറത്തായി. സെഞ്ചുറി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഔട്ടാകുന്നതിന് മുൻപ് അവൻ അവന്റെ ജോലി പൂർണ്ണമായും ചെയ്തിരുന്നു. 9 ഓവറിൽ തന്നെ രാജസ്ഥാന്റെ സ്കോർ 134 കടത്തി ടീമിന്റെ വിജയം അവൻ ഉറപ്പാക്കിയിരുന്നു. യഥാർത്ഥ കഥയും വൈകാരികമായ നിമിഷങ്ങളും ആരംഭിച്ചത് മത്സരം അവസാനിച്ച ശേഷമാണ്. രാജസ്ഥാൻ അനായാസം മത്സരം വിജയിച്ച് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങ് ആരംഭിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഒരേ ഒരു പേര് മാത്രം മുഴങ്ങിക്കേട്ടു: വൈഭവ്, വൈഭവ്. പ്രശസ്തനായ കമന്റേറ്റർ വേദിയിൽ നിന്ന് വളരെ ആവേശത്തോടെ മാൻ ഓഫ് ദ മാച്ച് അവാർഡിനായി വൈഭവ് സൂര്യവംശിയുടെ പേര് വിളിച്ചു. വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ പതിയെ നടന്ന ആ 14 വയസ്സുകാരൻ വേദിയിലെത്തി. അവന്റെ കൈകളിൽ ആ തിളങ്ങുന്ന ട്രോഫിയും 1 ലക്ഷം രൂപയുടെ ചെക്കും നൽകപ്പെട്ടു. കമന്റേറ്റർ ചിരിച്ചുകൊണ്ട് അവന്റെ നേരെ മൈക്ക് നീട്ടി ചോദിച്ചു: വൈഭവ്, വെറും 29 പന്തിൽ 12 സിക്സറുകളും 97 റൺസും. ഇന്ന് നിങ്ങൾ 3 റൺസിന് സെഞ്ചുറി നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ഇന്ന് കാഴ്ചവെച്ച ബാറ്റിംഗ് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ റെക്കോർഡ് സൃഷ്ടിച്ചതിലും സെഞ്ചുറി നഷ്ടപ്പെട്ടതിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ചോദ്യം ഉയർന്ന നിമിഷം വേദിയിൽ വല്ലാത്തൊരു നിശബ്ദത പരന്നു. ക്രിസ് ഗെയിലിന്റെ വലിയ റെക്കോർഡ് തകർത്ത ആ ഭയങ്കരനായ ബാറ്റ്സ്മാൻ പെട്ടെന്ന് കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരഞ്ഞു.
അവന്റെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ വർഷങ്ങളായുള്ള അവന്റെ കഠിനാധ്വാനത്തിന്റെയും കുടുംബത്തിന്റെ പോരാട്ടത്തിന്റെയും സാക്ഷ്യമായിരുന്നു. തൊണ്ടയിടറിക്കൊണ്ട് ഗാലറിയിലേക്ക് ചൂണ്ടി അവൻ നൽകിയ മറുപടി രാജ്യത്തെ മുഴുവൻ കരയിപ്പിക്കുന്നതായിരുന്നു. അതിങ്ങനെയായിരുന്നു: സർ, 3 റൺസിന് സെഞ്ചുറി നഷ്ടപ്പെട്ടതിൽ എനിക്കിന്ന് നിരാശയില്ല. മറിച്ച് എന്റെ ടീമിന് ചരിത്രപരമായ ഒരു വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ലോകം മുഴുവൻ കാണുന്നത് എന്റെ 12 സിക്സറുകൾ മാത്രമാണ്. എന്നാൽ ഞാൻ കാണുന്നത് എന്റെ അച്ഛന്റെ 12 വർഷത്തെ കഠിനമായ പോരാട്ടമാണ്. ഞങ്ങൾ വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. എനിക്കൊരു ബാറ്റ് വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്ത് എന്റെ അച്ഛൻ സ്വന്തമായി കീറിയ ഷൂസ് ധരിച്ചുകൊണ്ടാണ് എനിക്ക് പുതിയ സ്പൈക്കുകൾ വാങ്ങിത്തന്നത്. എന്റെ വിജയത്തിനായി എന്റെ അമ്മ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് ലഭിച്ച ഈ 1 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്കൊരു കടലാസ് കഷ്ണം മാത്രമാണ്. എന്റെ യഥാർത്ഥ സമ്പത്ത് ഗാലറിയിലിരിക്കുന്ന എന്റെ മാതാപിതാക്കളുടെ മുഖത്തെ സന്തോഷമാണ്. അതുപോലെ തന്നെ എന്റെ ഈ ബാറ്റിംഗിനു പിന്നിൽ സഞ്ജു ഭായിക്കും വലിയൊരു പങ്കുണ്ട്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്ന ഓരോ സൂത്രങ്ങളും നുറുക്കുകളും ഞാൻ കൃത്യമായി പരിശീലനത്തിൽ പിന്തുടരാറുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനായി അദ്ദേഹം കളിക്കുന്നത് കാണുന്നത് എനിക്ക് എന്നും വലിയ പ്രചോദനമാണ്. സഞ്ജു ഭായിയുടെ ആ ഉപദേശങ്ങൾ ഞാൻ എപ്പോഴും പിന്തുടർന്നാലും അതെന്നെ എപ്പോഴും ഇത്തരം വലിയ നേട്ടങ്ങളിലേക്കും നല്ല കാര്യങ്ങളിലേക്കും നയിക്കാറുണ്ട്. IPL-ൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല എന്റെ സ്വപ്നം. എത്രയും പെട്ടെന്ന് എന്റെ സീനിയർ ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി നീല ജേഴ്സി അണിയുകയും രാജ്യത്തിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത് എന്റെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയുമാണ് എന്നവൻ പറഞ്ഞു. അവന്റെ ഈ വാക്കുകൾ അവസാനിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കി. മാതാപിതാക്കളെ എളുപ്പത്തിൽ മറക്കുന്ന ഇന്നത്തെ സ്വാർത്ഥലോകത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് മാതാപിതാക്കൾക്ക് നൽകി ഈ 14 വയസ്സുകാരൻ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ് കാണിച്ചുതന്നത്. വൈഭവ് സൂര്യവംശി ബാറ്റ് ചെയ്യുകയായിരുന്നില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. ഈ ഒറ്റ സീസണിൽ അവൻ സൃഷ്ടിച്ച കണക്കുകൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഈ മാച്ച് വെറുമൊരു വിജയമായിരുന്നില്ല. വരും കാലങ്ങളിൽ സീനിയർ ഇന്ത്യൻ ദേശീയ ടീമിൽ പല വലിയ റെക്കോർഡുകളും തകർക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ ഇപ്പോൾ തന്നെ വിലയിരുത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണ ഭാവിയിലേക്കുള്ള ഏറ്റവും ശക്തവും ക്രിയാത്മകവുമായ ഒരു സന്ദേശം കൂടിയാണിത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.